എല്ലാവർക്കും AS ക്ലാസ്സിലേക്ക് സ്വാഗതം. NMMS സ്കോളർഷിപ്പിന് ചോദിച്ചിരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിന് നമ്മൾ ചെയ്തിരുന്നത്. പലരും NMMS സ്കോളർഷിപ്പിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ക്ലാസ്. NMMS അഥവാ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ്. ഈ സ്കോളർഷിപ്പിന് വേണ്ട ക്ലാസ്സുകൾ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ വഴി ചെയ്യുന്നുണ്ട്. അത് വേണ്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് പുറമേയായിട്ട് ലൈവ് ക്ലാസ്സസ് വേണ്ടവർ കമൻറ്റ് ബോക്സിൽ വരിക. NMMS നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് MHRD ആണ് ഈ എക്സാം നടത്തുന്ന ഏജൻസി. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് എക്സാം ആയിരിക്കും. ടോട്ടൽ 3 hour ഡ്യൂറേഷനുള്ള എക്സാമാണ്. മാറ്റ്, സാറ്റ് പേപ്പറുകൾ 2 പേപ്പറുകൾ ഉണ്ടാവും. ഓരോ പേപ്പറും 1.5 മണിക്കൂർ വെച്ചിട്ടാണ്. മാറ്റ് അഥവാ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റും സാറ്റ് സ്കോളർഷിപ്പ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും. ഈ എക്സാമിൽ ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് എന്ന് പറയുന്നത് 40% ആണ്. റിസർവ്ഡ് കാറ്റഗറിയിലായിട്ടുള്ള SC/ST വിഭാഗത്തിന് 32% മതി. scholarship.government.in എന്നോ mhrd.government.in എന്നുള്ള 2 വെബ്സൈറ്റിലൂടെയും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് എന്ന് പറയുന്നത് ജൂലൈ 15, 2020 മുതലാണ് അപ്ലൈ ചെയ്യാൻ ആവുന്നത്. ഓഗസ്റ്റ് ഓർ സെപ്റ്റംബർ 2020 ആണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ. 3rd week of ഒക്ടോബറിൽ അഡ്മിറ്റ് കാർഡ് പബ്ലിഷ് ചെയ്യുന്നു. എക്സാം ഡേറ്റ് November 17, 2020 ആണ് എക്സാം ഡേറ്റ് കേരള സ്റ്റേറ്റിന്. ആൻസർ കീ ജനുവരി 2021 ആകുമ്പോൾ ആൻസർ കീ പബ്ലിഷ് ചെയ്യും. റിസൾട്ട് ഫെബ്രുവരി ഓർ മാർച്ചിൽ നടത്തുന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ എക്സാം ഡേറ്റുകളും എല്ലാം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കറക്റ്റ് ഡേറ്റ് വരാത്ത അവസ്ഥയിൽ ഒരു ഒഫീഷ്യൽ സോഴ്സസിനെ റെഫർ ചെയ്യുക എന്നാണ് ഡേറ്റ് വരുന്നതും എല്ലാം. എലിജിബിലിറ്റി 8ാം ക്ലാസ്സിൽ ഗവൺമെൻറ് ഓർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ എലിജിബിളായത്. 55% റിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ 50% മിനിമം മാർക്ക് 7th മിനിമം മാർക്ക് വേണം. ഈ സ്കോളർഷിപ്പ് തുടർകാലങ്ങളിലും, അതായത് 10, 12 ക്ലാസ്സുകളിലും കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം 55% റിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ 50% 9ലും 11ലും മാർക്ക്. 10ാം ക്ലാസ്സിൽ 60% മാർക്കും വേണം. പാരൻ്റൽ ഇൻകം 1.5 ലക്ഷത്തിന് താഴെ പാരൻ്റൽ ഇൻകം ഉള്ളവർക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല? നവോദയ, കേന്ദ്ര വിദ്യാലയ, സൈനിക് സ്കൂൾ, അതുപോലെ റെസിഡൻഷ്യൽ സ്കൂൾ, സർക്കാർ ചെലവിൽ കഴിയുന്ന റെസിഡൻഷ്യൽ സ്കൂൾ, അതുപോലെ പ്രൈവറ്റ് സ്കൂളുകൾ, അവിടെയുള്ളവർക്കൊന്നും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഫുള്ളി ഗവൺമെൻറ്റോ അതോ എയ്ഡഡ് സ്കൂളിലുള്ള സാധാരണ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഈ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അത് പലർക്കും നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഡോക്യുമെൻറ്റ്സ് വേണ്ടത് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കോപ്പി ഓഫ് റിപ്പോർട്ട് കാർഡ്, 7th എക്സാമിലെ പ്രോഗ്രസ് കാർഡ്, ഇൻകം സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസർ നൽകിയ ഇൻകം സർട്ടിഫിക്കറ്റ്. ഇതൊക്കെയാണ് എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടത്. സിലബസ് 7th and 8th ക്ലാസ്സിലെ സിലബസ് ആയിരിക്കും. മാത്സ്, സോഷ്യൽ സയൻസ് എല്ലാം. NMMS സ്കോളർഷിപ്പിന് വേണ്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോ ചാനൽ വഴി നമ്മൾ ചെയ്യുന്നതാണ്. അത് വേണ്ടവരെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ലൈവ് ക്ലാസ്സസും നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അത് വേണ്ടവർ ഇതിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലോ വാട്സപ്പ് വഴിയോ ബന്ധപ്പെടുക. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലൂടെ കാണാം.